നമുക്കൊരു വീഡിയോ കണ്ടു തുടങ്ങിയാലോ? എന്താ രാമേന്ദ്ര പ്രശ്നം? ആളെ മനസ്സിലായോ? ആ മടിയിൽ കിടക്കുന്നത് ഫസ്ബിന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അതിലുള്ള മുഖം കാണിക്കാത്ത പെണ്ണാണ് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്താൽ മതി. എന്തായാലും ആളുടെ മുടിയും കോലം ഒക്കെ കണ്ടപ്പോ ഏകദേശം കുറെ ആൾക്കാർക്ക് ആൾ ആരാണെന്ന് പിടികിട്ടി കാണും. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ആള് കഴുത്തിൽ അണിഞ്ഞ ലോക്കറ്റ് തന്നെ ഒരു അടയാളമായിട്ട് എടുക്കാം. മെഹനാസിന്റെ ഭാര്യ ആയിട്ടുള്ള സഫയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്നാലും എന്തൊക്കെ ഡയലോഗ് ആയിരുന്നില്ലേ? ഞാനും സഫയും തമ്മിൽ ഒരു ബന്ധമില്ല, അത് ഫസ്മിനും മേനാസും തമ്മിൽ പറഞ്ഞുണ്ടാക്കിയ വെറും കെട്ടുകഥകൾ മാത്രമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. ഇതിന് നായകരനായിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാൻ പോയ സമയത്ത് ക്ഷീണിച്ച് അവളുടെ മടിയിൽ ഞാൻ കിടന്നെങ്കിൽ പോയതാണെന്ന് പറഞ്ഞവര് വരുമോ? അല്ല, ചിലപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഷർട്ട് ഇടാതെ നിൽക്കുന്ന ലല്ലു, ഒരു ഓറഞ്ച് ഡ്രസ്സിൽ കട്ടിൽമേൽ ഇരിക്കുന്ന സഫ. ഇനി അതുകൂടാതെ ഇതേ കോസ്റ്റ്യൂമിൽ സഫന്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചു ചെയ്ത പെണ്ണോട്ട് അവിഹിതം. ഈ ഗെയിമിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണോ അപ്പൊ സഫ? ഈ സഫയുടെ സ്റ്റോറി എന്താ? എനിക്കറിയാൻ പാടില്ല ഇവരെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ. അതെ, ഒന്നറിയാത്തൊരു പഞ്ചപാവം. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഫിസിക്കലായിട്ടും ഇല്ല, റിലേഷനും ഇല്ല, അവളെ ഒളിച്ചോടിയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല. അവളുമായി റിലേഷൻ ഇല്ല, ഒളിച്ചോടിയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല പോലും. പിന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ട വീഡിയോ എന്താണാവോ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് ഇങ്ങനെ ഇവളിങ്ങനെ വന്ന് വള്ളി തരാന്നല്ലാതെ ഞാൻ അവൾക്ക് അങ്ങോട്ട് ഒരു വള്ളി കൊടുക്കാൻ ഇതിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനി അങ്ങോട്ട് നിനക്ക് ഫുള്ളും വള്ളികളായിരിക്കും മോനെ. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇനിയിപ്പോ നാളത്തെ കാലം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫസ്മിനെ ഇതും വെച്ച് നാളെ അവളെ വെളുപ്പിക്കാൻ അങ്ങ് വരും. കണ്ടില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ സ്വയം വെളുപ്പിക്കാൻ നാളെ വരും. എന്തായാലും രണ്ടുപേരുടെയും അവഹിതം പൊക്കി ചിതിക്ക് ഞാനൊരു സജഷൻ പറഞ്ഞിട്ടെ. എന്തായാലും രണ്ടാളും ചീഞ്ഞ് നാറി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നീയും സഫയും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചോ. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. ഫസ്മിനാണെങ്കിൽ അവളുടെ കാമുകനായിട്ട് ആർമാദിച്ച് ജീവിക്കട്ടെ. രണ്ടുപേരുടേതായ രീതിയിൽ അങ്ങോട്ട് പോയിക്കോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?